യേശു ക്രിസ്തുവിൽ നമ്മൾ നോക്കാറുണ്ട്, നമ്മൾ നോക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് അല്ലേ? എന്നാൽ എങ്ങനെയാണ് യേശുവിനെ നോക്കേണ്ടത്, യേശുവിനെ കാണേണ്ടത്? യേശുവിനെ കാണണമെങ്കിൽ അവനെ കാൽവരിയിലേക്ക് നോക്കണം. നമ്മളെ കാണുന്ന സുന്ദരനായ രൂപത്തെ അല്ല നോക്കേണ്ടത്, മറിച്ച് യേശുവിനെ കാണണമെങ്കിൽ കാൽവരിയിൽ നോക്കണം. യെശയ്യാവ് പറയുന്നുണ്ട്, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വേദന പാത്രമായും രോഗം ശീലിച്ചവനായി വരുന്നു. അവനെ കാണുന്നവരൊക്കെയും മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദ്യനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നമ്മുടെയൊക്കെ ചിന്ത യേശുവിനെ കാണുന്ന സുന്ദരനായ ഒരു യേശുവിനെയാണല്ലേ? ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ എന്ന് ഊനമില്ലാത്ത സുന്ദരനായിട്ട് ഉത്തമഗീതത്തിൽ യേശുദമ്പുരാനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യെശയ്യാവ് പറയുന്നു, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. മാത്രമല്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, സകലരാലും ത്യജിക്കപ്പെട്ടു, വ്യസന പാത്രമായി രോഗം ശീലിച്ചവനായി അവനെ കാണുന്നവരൊക്കെയും മുഖം മറച്ചുകളെ തക്കവണ്ണം നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. ഇപ്രകാരമുള്ള വികൃതമായ രൂപത്തിൽ യേശുവിനെ കുറിച്ചാണ് യെശയ്യാവ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ആ യേശുവിനെയാണ് നമ്മൾ ആത്മാർത്ഥമായി സൂക്ഷിച്ചു നോക്കേണ്ടത്. ആ യേശുവിനെ കാണണമെങ്കിൽ കാൽവരിയിലേക്ക് നോക്കണം. കഴിഞ്ഞ ഞായറാഴ്ച സകല മനുഷ്യരാലും ഓശാന പാടി അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് രാജനാമെന്ന് പറഞ്ഞുകൊണ്ട് ഘോഷിച്ചുകൊണ്ട് യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയ കർത്താവിനെ ഇന്ന് ഓരോ ഘട്ടത്തിൽ നമ്മൾ വായിച്ചപ്പോൾ കേട്ടതാണ്, ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക. നമ്മുടെയൊക്കെ സ്വഭാവം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയുള്ളപ്പോൾ നമ്മളെല്ലാവരും സ്നേഹിക്കും. നമുക്ക് നന്മ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപരാധം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായി കേൾക്കുമ്പോൾ എത്ര നല്ലവരെന്ന് നമ്മൾ പറഞ്ഞ് എത്ര തോളെ കൊണ്ട് നടന്നവരായ പോലും ഒറ്റ നിമിഷം കൊണ്ട് അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് അട്ടഹസിച്ചുകൊണ്ട് അവനെ കല്ലെറിയാൻ വേണ്ടി ഓടി നടക്കും. ഇവിടെ ഇന്നലെ ഓശാന പാടി ജനസമൂഹം മുഴുവൻ ഇന്നവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് അട്ടഹസിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പോവുകയാണ്. പിലാത്തോസിന്റെ ആസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ്, അരമനയുടെ പുറത്ത് ഒരു കുറ്റവാളിയെ പോലെ കൈകൾ രണ്ടും ബന്ധിക്കപ്പെട്ടവനായ നമ്മുടെ കർത്താവ് അവിടെ നിൽക്കുന്നു. ചിന്തിച്ചു നോക്കിക്കേ, ഇന്നലെ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വലിയ അട്ടഹാസത്തോടെ വലിയ ബഹുമാനം